വെൽക്കം ടു ഓൺലൈൻ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2-ലെ സ്റ്റോഴ്സ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററാണ്. നമുക്ക് ആദ്യം എന്താണ് ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ, വാട്ട് ഈസ് ഇൻസൈഡ്? നമുക്ക് 6 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കൂടുതലുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു 6 ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, എന്താണ് നമ്മളവിടെ സ്റ്റോറിനെ പറ്റി എന്താണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയുന്നുണ്ട്. സെക്കൻഡ് വൺ, ടൈപ്സ് ഓഫ് സ്റ്റോർ ട്രാൻസാക്ഷൻ. സ്റ്റോറിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കും? നമുക്കറിയാം, ഒരു സ്റ്റോർ ആവുന്ന സമയത്ത് കുറേ മെറ്റീരിയൽസ് വരുന്നുണ്ടാവും, പോകുന്നുണ്ടാവും. അപ്പോൾ അത്തരം കുറച്ച് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ട്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മെറ്റീരിയൽ. നമുക്ക് പറഞ്ഞല്ലോ, ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മേജർ ഒരു കോസ്റ്റ്, ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾ ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലോത്താണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റോക്ക് ലെവൽസ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റോർ ആവുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, കുറേ ഇൻവെൻ്ററി ഐറ്റംസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, വളരെ നമുക്ക് കൃത്യമായൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പല ലെവൽസ് സെറ്റ് ചെയ്യാറുണ്ട്. ആ ലെവൽസ് ഏതൊക്കെയാണ്, എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, നമുക്ക് ഷോർട്ടാക്കി വിളിക്കാം EOQ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും, അല്ലേ? ഓരോ മെറ്റീരിയൽ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓർഡർ പ്ലേസ് ചെയ്യാറുണ്ട്. ആ ഓർഡർ എത്ര ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യണം, അതിൻ്റെ ഒരു എക്കണോമിക് ഓർഡർ അല്ലെങ്കിൽ ഒരു എക്കണോമി ലെവലിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്, EOQ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ, പ്രൈസിങ് ഓഫ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊട്ടേഷൻ എടുക്കുക, അത്തരം കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റോർ അക്കൗണ്ടിങ്. അപ്പോൾ നമുക്കറിയാം, സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്, മാനുഫാക്ചറിങ് കൺസേൺ ആണ്, അല്ലേ? പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനീസ്, അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, സ്റ്റോർ ഉണ്ടാവും. എന്താണ് ഈ സ്റ്റോറിൽ ഉണ്ടാവുക? റോ മെറ്റീരിയൽസ്, അതേപോലെ ഇൻവെൻ്ററി ഐറ്റംസ്, ഇതൊക്കെയാണ് സ്റ്റോറിൽ ഉണ്ടാവുക, അല്ലേ? അപ്പോൾ സ്റ്റോർ ഐറ്റംസ് കീപ്പ് ചെയ്യാനുള്ള സ്ഥലം, പ്ലേസ് ആണെന്ത്, സ്റ്റോർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റോറിൽ സൂക്ഷിക്കുന്ന ഐറ്റംസ് നമ്മൾ വിളിക്കും സ്റ്റോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവാം? നമുക്ക് പറയാം, ഇൻവെൻ്ററീസ് ആണ്, സ്റ്റോക്ക് ഐറ്റംസ് ആണ് അവിടെ ഉണ്ടാവാറ്, ഈ സ്റ്റോറിൽ ഉണ്ടാവുക. ആ സ്റ്റോക്ക് ഐറ്റം തന്നെ, ഇൻവെൻ്ററി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസ്ക് എക്സാമ്പിളായി എടുക്കുകയാണെന്നെങ്കിൽ, ഒരു മാസ്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുണ്ടാവാറുണ്ട്, അതിൻ്റെ ക്ലോത്ത് വാങ്ങുന്നുണ്ട്, അല്ലേ? അതേപോലെ അതിൻ്റെ മറ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് വിളിക്കാം റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് ഒരു മാസ്കിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ മാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് ഒരു ജസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളൂ, സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കതിന് വിളിക്കാം വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് മെറ്റീരിയൽ എന്ന് വിളിക്കാം, WIP എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അത് മൊത്തം കംപ്ലീറ്റ് ആയി, സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി, നമ്മുടെ സ്റ്റിക്കറും എംബ്ലോക്കെ വെച്ചു സെറ്റാക്കി സെയിൽ ചെയ്യാൻ കറക്റ്റായി സ്റ്റഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിളിക്കാം എന്ത്, അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. അപ്പം മെറ്റീരിയൽ, ഇൻവെൻ്ററിൻ്റെ മെറ്റീരിയൽ നമുക്ക് 3 ആക്കി ക്ലാസിഫൈ ചെയ്യാം. റോ മെറ്റീരിയൽ നമുക്ക് വിളിക്കാം, അതിനെ എന്താ വിളിക്കാം, റോ മെറ്റീരിയൽ അല്ലെങ്കിൽ കൺസ്യൂമബിൾ ഐറ്റംസ് എന്നൊക്കെ വിളിക്കാം. പിന്നെ അത് ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടില്ല, അത് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. ആൻഡ് ലാസ്റ്റ് ഫൈനലി പ്രൊഡക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, റെഡി ടു സെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിളിക്കാം ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അത്രയാണ് ഈ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റോർ ഈസ് എ പ്ലേസ് ഇൻ വിച്ച് ദി മെറ്റീരിയൽ ആർ സ്റ്റോർഡ്, അല്ലേ? മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം സ്റ്റോർ ആണ്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ആർ കെപ്റ്റ് ഇൻ ദി സ്റ്റോർസ്, അല്ലേ? പല മെറ്റീരിയൽസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഐറ്റം കെപ്റ്റ് ഇൻ ദി സ്റ്റോർ ആർ കോൾഡ് സ്റ്റോഴ്സ്. ഓക്കെ, നമുക്ക് അല്ലേ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയാം, അല്ലേ? സ്റ്റോറിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്താ വിളിക്കുക, സ്റ്റോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, മൊത്തത്തിൽ. അപ്പോൾ പിന്നെ പറയുന്നത്, ഇൻവെൻ്ററീസ് ആർ ഗുഡ്സ് ദാറ്റ് ആർ മെൻ ഫോർ ഇവഞ്ച്വൽ കൺവേർഷൻ ഇൻ ടു ക്യാഷ് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം എന്താണോ ആ ഐറ്റത്തിന് വേണ്ടി വാങ്ങുന്ന റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിൻ്റെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഇൻവെൻ്ററി എന്ന് വിളിക്കാം. അപ്പം ഇൻവെൻ്ററി പറഞ്ഞല്ലോ, നമുക്ക് എന്താ സെയിൽ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനമാണ്, അതിനെ സെയിൽ ചെയ്ത് നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എന്ത്, നമ്മൾ ഇൻവെൻ്ററി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻവെൻ്ററി നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ആക്കി ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻവെൻ്ററീസ് ആർ, അല്ലേ? 3 എണ്ണം, ABC. ഫസ്റ്റ് വൺ, ഫിനിഷ്ഡ് ഗുഡ്സ്. നമുക്കറിയാം, പേര് കേട്ടാൽ തന്നെ എന്താ, പ്രൊഡക്ഷൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റെഡി ടു സെയിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഹെൽഡ് ഫോർ സെയിൽ. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും,
ഇവിടെ പല കളർ ഉണ്ടാവാറുണ്ട്. അതിൽ ഈ ബ്ലൂ കളറിൽ ബോൾഡായി കിടക്കുന്നത് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പാരഗ്രാഫിൽ സെൻറ്റൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ആ ഒരു ബ്ലൂ കളറിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തതാണ്. പിന്നെ അതേപോലെ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ചില ബോൾഡായി കിടക്കുന്നത് കാണാം. അത് ആ ഒരു സെൻറ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആ രീതിയിൽ വേണം, ബാക്കിയുള്ളൊന്നും വേണ്ടെന്നല്ല, പക്ഷേ കുറച്ചുകൂടി ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ആ കളർ ചെറിയ ചേഞ്ചസും ബോൾഡൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പം ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് വിച്ച് ആർ മെൻ ഫോർ സെയിൽ, അല്ലെ, സെയിലിന് വേണ്ടി മാറ്റി വെച്ച അല്ലെങ്കിൽ റെഡി ആയി നിൽക്കുന്ന സാധനമാണ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ബി, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ് ബോൾഡാക്കി വെച്ചത്, ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെ, ഇൻ ദി പ്രോസസ്. അത് പ്രോസസ്സിങ്ങിലാണ്, ഫുൾ ആയിട്ടില്ലേ. നമ്മൾ മാസ്കിന് എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, നമ്മൾ ആ ഒരു ക്ലോത്ത് വാങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ, എന്ത് ചെയ്യില്ല, സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ സെമി ഫിനിഷ്ഡ് ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, സ്റ്റോഴ്സ് കൺസ്യൂമബിൾസ് ഐറ്റംസ് ആൻഡ് പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽ അതിൽ വരുന്നുണ്ട്. അതേപോലെ പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ, ഇതൊക്കെ നമുക്ക് പറയാം എന്താ, അതൊന്നും പ്രൊഡക്ഷനിലേക്ക് ആ റോ മെറ്റീരിയൽസ് എന്നാണ് അവിടേക്ക് എത്തുന്നത്, സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് എങ്ങോട്ട് എത്തുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ഉദ്ദേശിക്കുന്നത് എന്താണ്, ടു ബി കൺസ്യൂമഡ് ഇൻ ദി പ്രൊഡക്ഷൻ, അല്ലേ, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അത് റോ മെറ്റീരിയൽ ആണ്, അത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, അല്ലേ. നമ്മൾ ആ ക്ലോത്ത് വാങ്ങി, അതെന്താണ്, റോ മെറ്റീരിയൽ ആണ്. അത് പിന്നെ പ്രൊഡക്ഷനിൽ കൺസ്യൂം ചെയ്തിട്ടാണ് എന്തായി നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സും സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പം ഇൻവെന്ററി ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ 3 ടൈപ്സ് ഏതൊക്കെയാണ്, റോ മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് എന്ന് വിളിക്കാം, അത് വർക്കിംഗ് പ്രോഗ്രസ് ആവുന്നു, പിന്നെ അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, ആൻഡ് ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, റെഡി. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം നമുക്ക്. ടൈപ്സ് ഓഫ് സ്റ്റോർ ട്രാൻസാക്ഷൻ. ഒരു സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, സ്റ്റോർ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻവെന്ററി ഐറ്റംസ് ഉള്ള സ്ഥലമാണ് സ്റ്റോർ എന്ന് പറയുന്നത്. അവിടെ പല ട്രാൻസാക്ഷൻസ് നടക്കാം. മേജർ 2 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്, ഒന്ന് സ്റ്റോറിലേക്ക് ഐറ്റംസ് വരുന്നു, അല്ലെങ്കിൽ ഇൻവെന്ററി ഐറ്റംസ് വരുന്നു, അല്ലേ, വരുന്നു, പിന്നെ സ്റ്റോറിൽ നിന്ന് പോകുന്നു. ഇതല്ലേ ആ സ്റ്റോറിൽ നടക്കാനുള്ള, അല്ലെ, മേജർ ട്രാൻസാക്ഷൻസ് ആണ് ആ 2 എണ്ണമാണ്. ഒന്നെങ്കിൽ സ്റ്റോറിലേക്ക് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്ന് പോകുന്നുണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റോറിലേക്ക് വരുന്നതിന് എന്ത് വിളിക്കാം, റെസീറ്റ് എന്ന് വിളിക്കാം, അല്ലെ, റെസീറ്റ്സ് ടു സ്റ്റോർ, അല്ലെ. സ്റ്റോറിൽ നിന്ന് പോകുന്നതോ ഇഷ്യൂ ഫ്രം ദി സ്റ്റോർ, അല്ലെ, സ്റ്റോറിൽ നിന്ന് പോകുന്നു. എങ്ങോട്ടാ പോവത്, എവിടുന്നാ വരിക, സ്റ്റോറിലേക്ക് വരിക എവിടുന്ന, നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ് സ്റ്റോറിലേക്ക് വരുന്നത്, അല്ലെ. സ്റ്റോറിൽ നിന്ന് എങ്ങോട്ടാ ഇഷ്യൂ ചെയ്യുക, നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, അല്ലെ. പ്രൊഡക്ഷൻ, ഇപ്പം മാസ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറയുന്നത്, ഇത്ര മീറ്റർ ക്ലോത്ത് വേണം, ഇത്ര കൺസ്യൂമബിൾ ഐറ്റംസ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അപ്പം മേജർ 2 തരം ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന് റെസീപ്റ്റ്സ്, അല്ലെ, റെസീപ്റ്റ് സ്റ്റോറിലേക്ക് ഐറ്റംസ് വരുന്നു. ആൻഡ് ബി നോക്കുക, ഇഷ്യൂസ്, സ്റ്റോറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ റെസീപ്റ്റ് തന്നെ പല ടൈപ്പ് വരാം, പല രീതിയിൽ വരാം. ഒന്ന് ഞാൻ പറഞ്ഞു, എന്ത്, പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഒരു സ്റ്റോറിലേക്ക് വരാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, മറ്റ് സ്റ്റോറുകളിൽ നിന്നും ഇങ്ങോട്ട് വരാം. ഇപ്പൊ മറ്റൊരു സ്റ്റോർ ഉണ്ട്, ഏത്, നമ്മുടെ ഇപ്പം നമ്മുടെ ക്ലോത്ത് സ്റ്റോറാണ്, നമ്മുടെ ക്ലോത്ത് ഐറ്റംസ് ആണ് നമ്മളിവിടെ വിൽക്കുന്നത്, നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇനി മറ്റ് സ്റ്റോറിൽ നിന്ന് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഇങ്ങോട്ട് വരാണ്, അങ്ങനെയും വരാമല്ലോ, അല്ലേ. അതാണ് പറയുന്നത്, ബൈ പർച്ചേസ് ഫ്രം സപ്ലൈസ്, നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്യുന്നു സ്റ്റോറിലേക്ക്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ബൈ ഡൈവേഷൻ ഫ്രം അതർ സ്റ്റോഴ്സ്, മറ്റ് സ്റ്റോറുകൾ, നമ്മുടെ കമ്പനിയിലുള്ള മറ്റ് സ്റ്റോറിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, അതേപോലെ ബൈ ഡെവല്യൂഷൻ ഫ്രം വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാസ്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈ ക്ലോത്ത് ഒന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിന് കുറച്ച് ബാക്കി വന്ന തുണികളുണ്ടാവും, അപ്പോൾ അത് വീണ്ടും ഇങ്ങോട്ട് വരില്ലേ, അതാണ് ഉദ്ദേശിച്ചത് ഡെവല്യൂഷൻ ഫ്രം. ആ വർക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റോറിലേക്ക് എന്ത് വരാം, മെറ്റീരിയൽസ് വരാം, അല്ലെങ്കിൽ ഇൻവെന്ററീസ് വരാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ഇഷ്യൂസ് എന്തൊക്കെയാണ്, ബൈ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഓഫ് വർക്ക്സ്, അല്ലെ, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നു. നെക്സ്റ്റോ, ബൈ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ടു കോൺട്രാക്ടർ, കൺസ്യൂമേഴ്സ്, സെയിൽ എക്സെട്ര, അല്ലെ, നമ്മൾ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവല്ലോ, അത് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു കോൺട്രാക്ടർക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഇവിടുന്ന് പോകാം. ആൻഡ് ലാസ്റ്റ് വൺ, ബൈ ഡൈവേഷൻ ടു അതർ സ്റ്റോഴ്സ്, ഈ സ്റ്റോറിൽ നിന്ന് ചിലപ്പം മറ്റൊരു സ്റ്റോറിലേക്ക് ഇഷ്യൂ ചെയ്യാം, സെയിൽ അല്ലാതെ. അപ്പൊ ഈ രീതിയിലൊക്കെ റെസീപ്റ്റ്സും ഇഷ്യൂ വരാം. അപ്പോൾ അതാണ് റെസിപ്റ്റ് ഇഷ്യൂ. ഇതാണ് മേജർ ട്രാൻസാക്ഷൻസ് എവിടെ നടക്കുന്നത്, സ്റ്റോറിൽ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ആൻഡ് നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു, ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 3 മേജർ കോമ്പണൻ്റ് ആണ് കോസ്റ്റിൽ. മേജർ കോസ്റ്റ് പറഞ്ഞാൽ 3 എണ്ണമാണ്. ഒന്ന് മെറ്റീരിയൽ,
ആ ഐറ്റം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഷർട്ട് ആണെങ്കിൽ ക്ലോത്ത് എന്ന് പറയാം അല്ലേ, അതേപോലെ ഫേർണിച്ചർ ആണെങ്കിൽ നമുക്ക് പറയാം എന്ത് പ്ലൈവുഡ് അല്ലെങ്കിൽ ടിമ്പർ എന്ന് പറയാം അല്ലെ. ആ മരത്തടിയാണ് അതിന് മേജർ മെറ്റീരിയൽ കോസ്റ്റ്. അത് ഏറ്റവും വലിയൊരു അളവ് എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഏതിനായിരിക്കും വന്നിട്ടുണ്ടാവുക? ആ ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യം മരത്തിന് വുഡിനാണ് അല്ലെ, അല്ലെ ടിമ്പറിനാണ്. അല്ലെ ക്ലോത്ത് ഷർട്ട് ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്ന ഏരിയ സാധനം ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതാ? ക്ലോത്ത് ആണ്. അപ്പോൾ മെറ്റീരിയലാണ് ഒരു ഐറ്റത്തിന്റെ ഏറ്റവും മേജർ കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലേബർ ചാർജ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് അല്ലെ, ലേബർ ചാർജ്. ആൻഡ് ലാസ്റ്റ് വൺ ഡയറക്റ്റ് എക്സ്പെൻസസ്. അങ്ങനെ 3 മേജർ കോസ്റ്റുകളാണ് ഒരു ഐറ്റം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് മെറ്റീരിയൽ. ആ മെറ്റീരിയൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 ആക്കി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ? ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. അപ്പോൾ ചോദ്യം എന്താണ് ഈ ഡയറക്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ്? ഓക്കെ, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്ത്, നമുക്ക് ആ ഒരു ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്ത്, ഈ ഒരു ഐറ്റം, ഈ ഒരു കോമ്പണന്റ്, ഈ ഒരു മെറ്റീരിയൽ ഇത്ര അളവിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഷർട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഈ ഷർട്ടിൽ ഇത്ര മീറ്റർ ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പറയാൻ പറ്റില്ലേ അല്ലെ, ഈ ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇത്ര മീറ്റർ തുണി ആവശ്യമുണ്ട് അല്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ടേബിൾ ഉണ്ടാക്കാം, നമ്മളൊരു ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും എത്ര മരം യൂസ് ചെയ്തു, എത്ര ടിമ്പർ അല്ലെ എത്ര വുഡ് നമ്മൾ യൂസ് ചെയ്തു, നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. എക്സാമ്പിൾ ക്ലോത്ത് ഇൻ കേസ് ഓഫ് ഷർട്ട് മേക്കിംഗ് അല്ലെ, അതേപോലെ ടിമ്പർ അല്ലെ വുഡ് ഇൻ കേസ് ഓഫ് ഫർണിച്ചർ മേക്കിംഗ്, അങ്ങനെ പറയാം അല്ലെ. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാലോ, ആ മെറ്റീരിയൽ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഞാൻ അളവെടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഈ ഷർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, നൂല് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഷർട്ടിൽ ഇത്ര നൂല് യൂസ് ചെയ്തു നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ? കറക്റ്റായിട്ട് നമുക്ക് അളക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ ഷർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഷർട്ട് മുക്കിയാൽ എത്ര കളർ അതിൽ എടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അതേപോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ എന്തുണ്ടാവും, അതിന് മെഷീൻസ് ഉണ്ടാവും. ആ മെഷീൻസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് ലൂബ്രിക്കൻ്റ് ഓയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ഓയിൽ ഒഴിക്കുന്ന ആ മെഷീനാണ്. ആ ഓയിൽ ഒരു ഷർട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ടിമ്പർ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ആ മെഷീനിൽ ഒഴിച്ച ഓയിൽ എത്ര കൺസ്യൂം ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഐറ്റം ഉണ്ടായി വരുന്നത്. അപ്പം ഒരു ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും ഇത്ര ഉണ്ട് ക്വാണ്ടിറ്റി എന്ന് ഡയറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡയറക്റ്റ് മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് നോക്കാം എന്താണ് അവർ പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ. Direct material means cost of raw material used or consumed in production അല്ലേ. ഡയറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തതാണ് നമുക്ക് പറയാൻ പറ്റും. മറ്റതും യൂസ് ചെയ്തതാണ്, പക്ഷെ ഇവിടെ എക്സാമ്പിൾ നോക്കുക, ക്ലോത്ത് ഇൻ ഷർട്ട് മേക്കിംഗ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇത്ര അളവ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെങ്കിലോ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇസ് ദാറ്റ് മെറ്റീരിയൽ വിച്ച് കാനോട്ട് ബി ഈസിലി ഐഡന്റിഫൈഡ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര അളവിലുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് റിലേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ജോബ് ആൻഡ് പ്രോസസ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിട്ടോ നമുക്ക് ആ ഒരു കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സാമ്പിൾ നോക്കുക, ത്രെഡ് ഇൻ ഷർട്ട് മേക്കിംഗ് അല്ലേ. ഷർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എത്ര നൂല് നമ്മൾ യൂസ് ചെയ്തു കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓക്കെ, അതുപോലെ അതിൻ്റെ കളറ്. അപ്പോൾ ഇതൊക്കെ അതുപോലെ മെഷീൻസിൽ യൂസ് ചെയ്ത ലൂബ്രിക്കൻസ്, ഓയിൽസ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പം കറക്റ്റ് മനസ്സിലാക്കുക ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഡെഫിനിഷനും ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഡെഫിനിഷനും. ഓക്കെ, എന്താണ് നെക്സ്റ്റ് നോക്കാം നമുക്ക്. സ്റ്റോക്ക് ലെവൽസ്. ഞാൻ പറഞ്ഞു ഒരു സ്റ്റോർ ആവുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടാവും അല്ലേ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവാറുണ്ട്? സെമി ഫിനിഷ്ഡ് ഗുഡ്സും റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് കൺട്രോൾ വെക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, കുറേ വരുന്നുണ്ടാവും, കുറേ പോകുന്നുണ്ടാവും. ചില സമയത്ത് സാധനം നോക്കിയാൽ ഉണ്ടാവില്ല, റോ മെറ്റീരിയൽസ് ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോക്ക് ലെവൽ സെറ്റ് ചെയ്ത് വെക്കും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രൊഡക്ഷൻ നിന്ന് പോകരുത്. ഒരു ഐറ്റം ഷോർട്ട് ഉണ്ടെങ്കിൽ ആ ഐറ്റം തീരുമ്പോഴേക്കും എന്ത് ചെയ്യണം, അടുത്ത സാധനം ഓർഡർ ചെയ്ത് പ്ലേസ് ചെയ്ത് വന്നോളണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോക്ക് ലെവൽ സെറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്നാൽ ഒരു കുറച്ചുകൂടി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രാക്ടിക്കലി ഇല്ലസ്ട്രേഷൻ വരുന്ന ഒരു സംഭവമാണ്. ഇതുവരെ പറഞ്ഞൊക്കെ തിയറിയാണ് അല്ലേ. ഇത് കുറച്ചുകൂടി പ്രാക്ടിക്കലി ഇല്ലസ്ട്രേഷൻ വരുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഈ സ്റ്റോക്ക് ലെവൽ. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ചോദിക്കുന്നത്, പറയുന്നത് ടു അവോയ്ഡ് ഓവർ ആൻഡ് അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെറ്റീരിയൽ അല്ലേ. നിങ്ങൾ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ മാസ്ക് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം,
ഞാൻ മീറ്റർ കണക്കിന് തുണി ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതെന്താണ്, ഓവറാണ് അല്ലേ, കുറേ നമ്മളത് ക്യാരി ചെയ്യാൻ കോസ്റ്റ് വരും. ഇനി കുറച്ച് വാങ്ങിയാലും പ്രശ്നമാണ്. അപ്പോൾ കുറയാനും പാടില്ല, കൂടാനും പാടില്ല, കറക്റ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ, കൂടുന്നതും കുറയുന്നതും അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദി മാനേജ്മെന്റ് decide the minimum or maximum quantity of material to be kept in the store. സ്റ്റോറിൽ മാക്സിമം എത്ര വെക്കണം, മിനിമം എത്ര വെക്കണം, ആ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം മാക്സിമം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട, പർച്ചേസ് ചെയ്യണ്ട. മിനിമം ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിൻ്റെ അടുത്ത് എടുക്കരുത്, അപ്പോഴത്തേക്കും സാധനം എത്തിക്കൊള്ളണം. അപ്പോൾ ആ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ലെവൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ് 4 ലെവൽ നോക്കാം. റീ ഓർഡർ ലെവൽ വരുന്നുണ്ട്, മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ ആൻഡ് ആവറേജ് ലെവൽ. അപ്പം 4 ലെവലാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം റീ ഓർഡർ ലെവൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റീ ഓർഡർ ലെവൽ? അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറയാം. എന്താണ് ഈ റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ടാക്കി വിളിക്കാം ROL, റീ ഓർഡർ ലെവൽ. എന്താണ്? അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ലെവലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമുക്കിപ്പോൾ ഈ ഒരു ലെവൽ ROL ലെവലിൽ നമ്മുടെ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോളണം? അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഐറ്റം ഓർഡർ കൊടുത്താൽ അപ്പം തന്നെ കിട്ടിക്കൊള്ളുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മൾ ഓർഡർ കൊടുത്താൽ ആ സപ്ലയർ നമുക്ക് ചിലപ്പം ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 വീക്സോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, സാധനം സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ തീരാൻ കാത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കുകയാണോ ചെയ്യുക? ഒരിക്കലും ഇല്ല അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ഓർഡർ കൊടുത്ത് ഐറ്റം വരുന്നത് വരെയുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, നമുക്ക് അതിനെ വിളിക്കാം റീ ഓർഡർ പീരീഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ റീ ഓർഡർ പീരീഡിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവണം. അത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോളണം, നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ മാസ്കിനെ പറ്റി പറഞ്ഞല്ലോ. മാസ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻ്റേത്. അപ്പോൾ അങ്ങനെ മാസ്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ദിവസം 10 മീറ്റർ എന്ത് വേണം, ഒരു ക്ലോത്ത് വേണമെന്ന് വിചാരിക്കാം. ഒരു ദിവസം മാസ്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എന്ത് മതി, 10 മീറ്റർ ക്ലോത്ത് വേണം. ഇത് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എത്തണമെങ്കിൽ ഒരു 5 ഡേയ്സ് എടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. റീ ഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്താനുള്ള ടൈം ലാഗാണ് അല്ലേ. അതൊരു 5 ഡേയ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 5 ദിവസം കഴിഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഐറ്റം നമുക്ക് റിസീവ് ചെയ്യുള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഒരു ദിവസം എത്ര വേണം, കൺസംഷൻ പെർ ഡേ. നമുക്കൊരു ദിവസം നമുക്ക് യൂസ് ചെയ്യുന്നത് മാക്സിമം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം മാക്സിമം പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 10 മീറ്റർ ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 5 ഡേയ്സ് എടുക്കും. ഒരു ദിവസം ആ 5 ഡേയ്സ് പ്രൊഡക്ഷൻ നിർത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ പെർ ഡേ നമുക്ക് മാക്സിമം എത്ര യൂസേജ് വരുന്നുണ്ട്, 10 മീറ്റർ യൂസേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ROL എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നിർത്തിയത് എന്താണ്, ഒരു ഓർഡർ നമുക്ക് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യേണ്ട സ്റ്റോക്ക് ലെവലാണ് ROL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം, ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം 5 ഡേയ്സ് അല്ലേ, ഇസിക്കൽ ടു 5 ഡേയ്സ് ഇൻറ്റു എത്ര, 10 മീറ്റർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 50 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്ത് സാധനം എത്തുന്ന വരെ നമുക്ക് എന്ത് വേണം, 50 മീറ്റർ ക്ലോത്ത് നമ്മുടെ കൈമിൽ വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 50 മീറ്റർ എത്തുന്ന സമയത്ത് അതിൽ താഴെ പോകാൻ നമ്മൾ സമ്മതിക്കരുത്. ആ 50 മീറ്റർ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോളണം, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കൈമിൽ ഒരു 20 മീറ്റേഴ്സ് ആയപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. 20 മീറ്റേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് സാധനം എത്തുന്നത്. അപ്പോൾ ആദ്യം 5 ദിവസം കൊണ്ട് നമുക്ക് എന്ത് വേണം, 50 മീറ്റർ വേണ്ടേ. പക്ഷെ നമ്മുടെ കൈമിൽ 20 മീറ്റർ ഉള്ളൂ. 4 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, അവിടെ സ്റ്റോപ്പേജ് ആവുന്ന അവസ്ഥ വരും. ഓക്കെ, അപ്പം അത് ഒഴിവാക്കാൻ ROL നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം. ആ ലെവലിനാണ് വിളിക്കുന്നത് ROL. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്, അത് നമുക്ക് പഠിക്കാം. ആ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് കഴിഞ്ഞു, നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇല്ലസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ROL എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട സ്റ്റോക്ക് ലെവലാണ് ROL എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ഡെഫിനേഷൻ നോക്കാം നമുക്ക്. ROL എന്താണ്? ഓക്കെ, ഇവിടെ നോക്കാം.
ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ഇഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോർ ഈസ് റീച്ച്ഡ്, ഈ ലെവലിൽ സ്റ്റോർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദി ഓർഡർ ഫോർ ഫെർദർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ മസ്റ്റ് ബി പ്ലേസ്ഡ്, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ. അതാണ് ROL അഥവാ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നെക്സ്റ്റ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ജസ്റ്റ് ഡെഫിനേഷൻ മാത്രം ഇപ്പോൾ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പുള്ള സ്ലൈഡിലേക്ക് ഒന്നുകൂടി പോവാം. സ്റ്റോക്ക് ലെവൽസ് നമ്മൾ ROLനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് നോക്കുക, മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്താണ്? നമ്മുടെ സ്റ്റോറിന് മാക്സിമം എത്ര സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും, എത്ര ക്വാണ്ടിറ്റി നമുക്ക് എത്ര സ്റ്റോർ ചെയ്ത് വെക്കാം, ആ ലെവലാണ് മാക്സിമം ലെവൽ. അപ്പോൾ മിനിമം ലെവൽ എന്താണ്? മിനിമം നമ്മുടെ സ്റ്റോറിൽ ഉണ്ടായിരിക്കേണ്ട സ്റ്റോക്കിൻ്റെ ലെവലാണ്, അതിൽ താഴെ പോകരുത്. കാരണം മിനിമം ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എമർജൻസി ഒക്കെ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തീരാൻ കാത്ത് നിൽക്കരുത്. ഒരു മിനിമം ലെവൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ആവറേജ് സ്റ്റോക്ക് ലെവൽ. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും ആവറേജ് എങ്ങനെ പറയാം? ഒരു മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ സെൻറ്റർ പോയിന്റിലായിരിക്കും എന്ത് കിടക്കുക? ആവറേജ് ലെവൽ കിടക്കുക. ഓക്കെ, അപ്പോൾ ആവറേജ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മാക്സിമത്തിന് മിനിമം ഏകദേശം പകുതി, അതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷനും അതേപോലെ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാനുണ്ട്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ കാണാം. എന്താണ് ഈ സ്റ്റോറിൻ്റെ ആ ഒരു ലെവലിൻ്റെ ഒരു പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കാം നിങ്ങൾ. ഇപ്പോൾ ഇതൊരു സ്റ്റോറാണെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ തന്നൊരു ബോക്സ് അല്ലെ, ഒരു ബിന്ന് പോലെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ആ ബിന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറാണ്. അപ്പോൾ ആ സ്റ്റോറിൽ കുറേ സ്റ്റോർ ഐറ്റംസ് ഉണ്ടാവും അല്ലേ, റോ മെറ്റീരിയൽസ് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്ന റോ മെറ്റീരിയൽസ് പറ്റി മാത്രം കേട്ടോ. കാരണം നമ്മൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസിൻ്റെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റോർ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഈ ലെവലൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഈ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഞാൻ ഇവിടെ ഓരോന്നിനൊരു പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് മാക്സിമം ലെവൽ അല്ലേ. ഞാൻ പറഞ്ഞു മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സ്റ്റോറിന് മാക്സിമം എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും ആ ലെവലാണ്. അപ്പോൾ മാക്സിമം ലെവലായിരിക്കും ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക അല്ലേ. ആൻഡ് ഏറ്റവും താഴെ ഉള്ളത് എന്തായിരിക്കും? മിനിമം ലെവൽ അല്ലേ. അതായത് ആ ലെവലാണ് നമ്മുടെ ഏറ്റവും കുറവുണ്ടായിരിക്കണം. അതിൽ എന്താകാൻ പാടില്ല? കുറയാൻ പാടില്ല. അതവിടെ മിനിമം നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഈ മാക്സിമത്തിൻ്റെ മിനിമത്തിൻ്റെയും കറക്റ്റ് ഒരു സെൻറ്റർ പോയിന്റിലാണ് ആരുണ്ടാവുക? ആവറേജ് ലെവൽ ഉണ്ടാവുക അല്ലേ. നമുക്ക് ഇക്വേഷൻ പഠിക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ആവറേജ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാക്സിമത്തിന് മിനിമം സെൻറ്റർ, അതാണ് ആവറേജ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു ലെവലും കൂടി പഠിച്ചിട്ടുണ്ടല്ലോ, റീ ഓർഡർ ലെവൽ. അപ്പോൾ റീ ഓർഡർ ലെവൽ എപ്പോഴും കിടക്കുക ഇതിൻ്റെ ഇടയിലായിരിക്കും. മിനിമം ലെവലിൻ്റെയും മാക്സിമം ലെവലിൻ്റെയും ബിറ്റ്വീൻ ആയിരിക്കും എന്ത് കിടക്കുന്നുണ്ടാവുക? റീ ഓർഡർ ലെവൽ അല്ലേ. കാരണം അതിൻ്റെ ലെവലിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണം. അത് അങ്ങോട്ടും കൂടെ മാറാം. അത് ചിലപ്പോൾ ആവറേജിൻ്റെ മുകളിലാവാം, ആവറേജിന് താഴെയാവും. ഞാൻ തൽക്കാലം ഇപ്പം കാണിക്കുന്നത് ആവറേജിൻ്റെ മുകളിലായിട്ടാണ്. ഓക്കെ, ROL റീ ഓർഡർ ലെവൽ. അപ്പോൾ ആ 4 ലെവൽസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത് ഈ ഒരു സ്റ്റോക്ക് ലെവലായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പം ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിൽ വെക്കുക മാക്സിമം. കാരണം ഈ പിക്ചർ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ പഠിക്കുമ്പോൾ ഈ പിക്ചർ നല്ലോണം ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, മാക്സിമം ലെവൽ ഏറ്റവും മുകളിൽ വരുന്നു, മിനിമം ലെവൽ ഏറ്റവും താഴെ വരുന്നു. അതിന് കറക്റ്റ് ഒരു സെൻറ്റർ പോയിന്റ് ആയിട്ട് ആരുണ്ടാവും? ആവറേജ് ലെവൽ ഉണ്ടാവും. ഈ മാക്സിമത്തിൻ്റെയും മിനിമത്തിൻ്റെയും എവിടെയും ആവാം ഈ ROL. അത് ഓരോ കമ്പനീൻ്റെ കൺസംഷനും റീ ഓർഡർ ലെവലൊക്കെ ആയിട്ട്, റീ ഓർഡർ പീരീഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പ്ലേസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, അപ്പം മാക്സിമത്തിനും മിനിമത്തിൻ്റെയും ഇടയിലാണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത് ഓരോന്നിനും ഇക്വേഷനിലേക്ക് പോവാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ROLനെ വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ROL എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് നോക്കേണ്ടത്. എങ്ങനെ ROL കണ്ടുപിടിക്കാം? ഒരു ഫേമിൻ്റെ, ഒരു കമ്പനിൻ്റെ, ഒരു മാനുഫാക്ചറിങ് കൺസേണിൻ്റെ ROL റീ ഓർഡർ ലെവൽ, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യേണ്ട സ്റ്റോക്ക് ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞു 2 കോമ്പണൻ്റ് ആണ് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് റീ ഓർഡർ പീരീഡ് അല്ലേ, നമ്മൾക്ക് ഓർഡർ ചെയ്താൽ എത്ര ദിവസം എടുക്കും. ആൻഡ് സെക്കൻഡ് വൺ മാക്സിമം യൂസേജ്, ഒരു ദിവസം എത്ര യൂസ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ റീ ഓർഡർ ലെവൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, നമുക്ക് റീ ഓർഡർ ലെവലിലെ ഇക്വേഷനിലേക്ക് പോവാം. ഇതാ ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ഒരു സെക്കൻഡ് പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ മാക്സിമം ലെവൽ ആൻഡ് മിനിമം ലെവൽ. ഞാൻ പറഞ്ഞു, ആ പിക്ചറിൽ ഞാൻ കാണിച്ചു തന്നു അല്ലേ. റീ ഓർഡർ ലെവൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക മാക്സിമം ലെവലിൻ്റെയും മിനിമം ലെവലിൻ്റെയും ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണാൻ വേണ്ടി പറ്റും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, വളരെ സിമ്പിൾ ഇക്വേഷൻ. എന്താണ്? റീ ഓർഡർ ലെവൽ അഥവാ ROL ഈസ് ഈക്വൽ ടു മാക്സിമം റീ ഓർഡർ പീരിയഡ് ഇൻറ്റു മാക്സിമം യൂസേജ്. അത് പെർ ഡേ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഡേയ്സ് എടുക്കും
അല്ലേ? അത് ഒരു ദിവസം നമ്മൾ എത്ര മാക്സിമം യൂസ് ചെയ്യും, ആ ഒരു കണക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റീ ഓർഡർ പീരീഡ് ROL നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും കൂടി പറയാം, നോക്കാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതാ റീ ഓർഡർ പീരീഡ് ഞാൻ പറഞ്ഞു, ഓർഡർ കൊടുത്താൽ 5 ദിവസം എടുക്കും അല്ലേ. കൺസംഷൻ പെർ ഡേ എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ. ഒരു ദിവസം നമ്മൾ 10 മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവുമ്പം ROL ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാക്സിമം യൂസേജ്. നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ കറക്റ്റ് അല്ലേ? എന്താണ് റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 5 ദിവസമാണ്. അത് മാക്സിമം ആണ് അസ്യൂം ചെയ്യാം. അപ്പോൾ 5 ദിവസമാണ് അല്ലേ. ഒരു ദിവസം മാക്സിമം എത്ര യൂസ് ചെയ്യുന്നുണ്ട്? 10 മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈസ് ഈക്വൽ ടു അല്ലേ, എന്താണ് മാക്സിമം യൂസേജ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ്പം 10 മൾട്ടിപ്ലൈഡ് ബൈ മാക്സിമം റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നതോ 5 ദിവസം. 5 ദിവസമാണ് സാധനം എത്താനുള്ള ദിവസം. അപ്പോൾ 5 ദിവസത്തേക്ക് 5 ഡേയ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? 50 മീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ആ 50 മീറ്റർ എത്തുമ്പോഴേക്കും നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം. അപ്പോൾ നമ്മൾ സേഫായി. കാരണം 5 ദിവസം എടുത്താലും അതുവരെ യൂസ് ചെയ്യാനുള്ള സ്റ്റോക്ക് നമ്മളവിടെ സേഫാണ്. അതെത്തുമ്പോൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ROL ഈസ് ഈക്വൽ ടു മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്, അല്ലെ മാക്സിമം റീ ഓർഡർ പീരീഡ് ഇൻറ്റു മാക്സിമം യൂസേജ്. രണ്ടും അങ്ങോട്ടും ഒന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ROL ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പം ROL കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മാക്സിമം ലെവലിലേക്കാണ്. ഓക്കെ, എന്താണ് മാക്സിമം ലെവൽ നോക്കാം. അപ്പോൾ ഇവിടെ മാക്സിമം യൂസേജ് എന്താ നമ്മൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. മാക്സിമം കൺസംഷൻ പെർ ഡേ അല്ലേ, ഒരു ദിവസം എത്ര യൂസ് ചെയ്യും, അതാണ് ഈ മാക്സിമം യൂസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മാക്സിമം റീ ഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാലോ മാക്സിമം ടൈം ലാഗ് ബിറ്റ്വീൻ ദി ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ ഓർഡർ കൊടുക്കുന്നു, അതെത്തുന്നു, അതിൻ്റെ ഇടയിലുള്ള ടൈം ലാഗാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ നെക്സ്റ്റ് ലെവൽ നോക്കാം നമുക്ക്. മാക്സിമം സ്റ്റോക്ക് ലെവൽ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഇവിടെ ഉള്ളത് ROLന്റെ തൊട്ട് മുകളിലായിരിക്കും ആര് കിടക്കുന്നുണ്ടാവുക, തൊട്ട് മുകളിലല്ല, ROLന്റെ മുകളിലായിരിക്കും ആരുണ്ടാവുക, മാക്സിമം ലെവൽ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കാം. The maximum level is the largest quantity of a certain material which should be kept in the store at any point of time. ഏതൊരു സമയം നോക്കിയാലും മാക്സിമം എത്ര സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, എത്ര ഉണ്ടാവും, ആ ലെവലാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻ നോക്കാം. എന്താണ് ഇക്വേഷൻ നോക്കിയതിന് ശേഷം നോക്കി അതിൻ്റെ ഞാൻ ലോജിക്ക് പറഞ്ഞുതരാം. ഇസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ അല്ലേ, ROL പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി, നമുക്കതിനെ ഷോർട്ടാക്കി വിളിക്കാം ROQ. അപ്പോൾ റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. ഇതാ വീണ്ടും നമ്മൾ എക്സലിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്താണ് നമുക്ക് മാക്സിമം ലെവൽ അല്ലേ, മാക്സിമം ലെവൽ ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചത്, ROL പ്ലസ് ROQ മൈനസ് അല്ലേ, എന്താ മൈനസ് ചെയ്യാൻ പറഞ്ഞത്, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു ROL പ്ലസ് ROQ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. അപ്പോൾ ഇതിൽ ഒരു വേർഡ് നിങ്ങൾക്ക് പുതിയതാണ് അല്ലേ, ഏതാണ്, ROL നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ROQ റീ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഓർഡർ ചെയ്യാൻ അടുത്ത ഓർഡർ കൊടുക്കുന്നുണ്ടല്ലോ, ആ എത്ര ക്വാണ്ടിറ്റിയാണ് ഓർഡർ കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ROQ. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഈ നമ്മളൊക്കെ ഇപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചല്ലോ 50 മീറ്റർ നമ്മൾ എന്ത് പഠിച്ചു വെച്ചു, 50 മീറ്റർ ROL കണ്ടുപിടിച്ച് വെച്ചു അല്ലേ. 50 മീറ്റർ ആണ് നമ്മുടെ ROL. അത് ഓർഡർ ചെയ്യും, അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യും. അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തത് 100 മീറ്റർ ആണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തത്. ആ ഓർഡർ പ്ലേസ് ചെയ്ത ക്വാണ്ടിറ്റി ആണെന്ത്, ROQ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡർ എത്രയാണോ പർച്ചേസ് ഓർഡർ കൊടുത്തത് അതാണ് ROQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ROL എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത ലെവൽ അല്ലേ, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തു ROL പ്ലസ് ROQ. എന്താ ROQ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്ത സാധനം വരാനുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതും കൂടിയും സ്റ്റോറിലേക്ക് വരില്ലേ. അപ്പോൾ ഇപ്പോഴുള്ള ROL പ്ലസ് ഓർഡർ കൊടുത്ത സാധനം വരുന്നു ROQ. അപ്പോൾ ആ ഒരു ലെവൽ അത്രയും സ്റ്റോക്ക് നമ്മളെ കൈമിലുണ്ടാവും. മൈനസ് അത് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഈ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ ആ ROL നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊഡക്ഷൻ നടന്നിട്ട് ആ സ്റ്റോക്ക് ഐറ്റം കുറയുന്നുണ്ട്. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്, മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്, മിനിമം എടുത്തിട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ മിനിമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇവിടെ എന്താ പറഞ്ഞത്, ഒരു ദിവസം 10 മീറ്റർ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് മാക്സിമം ആണ്. മിനിമം എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു 7 മീറ്റർ എന്നെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതാണ് മിനിമം യൂസേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പം ഇക്വേഷൻ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ ആലോചിക്കുക, ഈ ഒരു പിക്ചർ ആലോചിക്കുക അല്ലേ. ROL എന്ന് പറഞ്ഞാൽ മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ ROLന് മുകളിലാണ്. അപ്പം ROL പ്ലസ് എന്ത് ഓർഡർ കൊടുത്ത സാധനം വരുന്നുണ്ട് ROQ അല്ലേ. അപ്പൊ ROL പ്ലസ് ROQ അതാണ് സ്റ്റോക്ക് ലെവൽ എത്താൻ പോകുന്നത്. പക്ഷേ അതിനുള്ളിൽ വരുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മൈനസ് എന്താ മൈനസ് ചെയ്യുന്നത്, നമ്മുടെ കൺസംഷനും യൂസേജും അല്ലേ. അപ്പോൾ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്, മിനിമം വെച്ചിട്ട് മാക്സിമത്തിൽ മിനിമം ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇക്വേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണെന്ത്, ഈ മാക്സിമം ലെവൽ മിനിമം ലെവലൊക്കെ. ഓക്കെ, അപ്പോൾ മാക്സിമം ലെവൽ ഇക്വേഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇല്ലസ്ട്രേഷൻ നമുക്ക് അവസാനം ചെയ്യാം. ഓക്കെ, എല്ലാ ലെവലും കഴിഞ്ഞ ശേഷം എല്ലാ ലെവലും കണ്ടുപിടിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ നമ്മൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് മിനിമം ലെവലിനെ പറ്റി എന്താണ് പറയുന്നത്. ഓക്കെ, സോറി നമ്മൾ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും പ്രോബ്ലം വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോർ അക്കൗണ്ടിങ് ആയാലും പേറോൾ ആയാലും ഒക്കെ പ്രോബ്ലം വളരെ കുറവാണ്. തിയറി ബേസ്ഡും ഇക്വേഷൻ ബേസ്ഡും ആണ് ക്വസ്റ്റ്യൻ കൂടുതൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ചോദിക്കുക, മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസിക്കൽ ടു പറഞ്ഞിട്ട് പല ഇക്വേഷൻസ് തരും. അപ്പോൾ കറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പിക്ക് ഔട്ട് ചെയ്താൽ കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ എന്ത് ചെയ്യും, ഇപ്പം മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസിക്കൽ ടു ROL പ്ലസ് ROQ മൈനസ് ഡാഷ്. അപ്പോൾ അതെന്താ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്മുടെ തലയിൽ എന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മാക്സിമം സ്റ്റോക്ക് ലെവലിന് ആ ഒരു ഇക്വേഷൻ മാത്രമല്ല, ഓർ എന്ത് ഇക്വേഷൻ കൂടി ഉണ്ട്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് മിനിമം സ്റ്റോക്ക് എന്നൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പോൾ അത് അറിയണമെന്നെങ്കിൽ ആദ്യം എന്ത് പഠിക്കണം, EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ പറ്റി പഠിക്കണം. അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കാം, എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ട മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ROL പ്ലസ് ROQ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് മിനിമം ലെവൽ എന്താണ് പറയുന്നത്. ഓക്കെ, the minimum stock level is the lowest quantitative balance of material which must be kept at all times. എല്ലാ സമയത്തും നമ്മുടെ സ്റ്റോറിൽ ഉണ്ടാവേണ്ട, അതിൽ കുറയാൻ പാടില്ല. ആ സ്റ്റോക്ക് ലെവലാണ് മിനിമം ഉണ്ടായിരിക്കണം അത്രയെങ്കിലും. ഓക്കെ, സോ ദാറ്റ് ദി അസംബ്ലി ലൈൻ മേ നോട്ട് ബി സ്റ്റോപ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ അത് കീപ്പ് ചെയ്ത ഗുണം എന്താണ്, നമുക്ക് സ്റ്റോപ്പേജ് ചെയ്യാതെ ആ ഒരു സ്റ്റോക്ക് വെച്ച് എപ്പോഴും പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി സ്റ്റോക്ക് ഐറ്റം എത്താൻ കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് മിനിമം ലെവൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ് നോക്കാം. ROL അല്ലെ, റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ്. ഓക്കെ, അപ്പോൾ നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് കൺസംഷൻ തന്നെയാണ് അർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം. ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് ആ ഒരു പിക്ചർ വെച്ചിട്ട് തന്നെ പറയാം അല്ലേ. ഇവിടെ നോക്കാം, ROL ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. മിനിമം ലെവൽ ഇവിടെയാണ്, അതിന് താഴല്ലേ. അപ്പോൾ ROL എന്തായാലും ഉണ്ടാവേണ്ട കാര്യമാണ്. പക്ഷേ അതൊന്ന് കുറച്ച് കുറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. അതാണ് മിനിമം ലെവൽ ഉദ്ദേശിക്കുന്നത്. ROLൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ ROL മൈനസ് അല്ലേ, മൈനസ് എന്തെടുത്തിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്, കൺസംഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആവറേജ് വെച്ചിട്ടാണ്. മിനിമത്തിൽ ആവറേജ് ആണ്, മിനിമം ലെവലിൽ ആവറേജ് വെച്ചിട്ടാണ് എന്താണ് ROL മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ ROL നിന്ന് കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല. കുറച്ചൊരു ആവറേജ് യൂസേജ് കുറഞ്ഞിട്ട് എന്തുണ്ടായിരിക്കണം, മിനിമം ലെവൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇക്വേഷൻ ഒന്നുകൂടി നമ്മളെ കാണിച്ചു തരാം. മിനിമം ലെവൽ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു, ROL ബേസ് ചെയ്തിട്ടാണ് മാക്സിമം ലെവലും മിനിമം ലെവലും വരുന്നത്. അപ്പം ROL മൈനസ്, കാരണം ROLൻ്റെ താഴത്താണ് മിനിമം ലെവൽ ഉള്ളത്. ROL മൈനസ് എന്തെടുത്തിട്ടാണ് ചെയ്യുന്നത്, ആവറേജ് കൺസംഷൻ. ഓക്കെ, അല്ലെങ്കിൽ നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞാലും ആവറേജ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, പെട്ടെന്നൊരു ഇക്വേഷൻ ഒന്നായിട്ട് കാണുമ്പം ചിലപ്പം മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ ഓരോന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ROL മൈനസ് ROLൻ്റെ താഴത്തേക്ക് പോയിക്കോട്ടെ, ഒരു ആവറേജ് കൺസംഷൻ മൈനസ് ചെയ്തൊരു ലെവൽ എപ്പോഴും എന്താവണം, സ്റ്റോക്ക് അവിടെ മിനിമം ലെവൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആവറേജ് ലെവൽ. ഓക്കെ, അപ്പോൾ ആവറേജ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇതാ നോക്കി വെക്കാം, മാക്സിമം ലെവലിൻ്റെയും മിനിമം ലെവലത്തിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടാണല്ലോ ആവറേജ് ഉണ്ടാവുക അല്ലേ. നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. നെക്സ്റ്റ് നോക്കാം, ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്താണ്. This level indicates the average stock held by the firm അല്ലേ. ഒരു ആവറേജ് നമുക്ക് പറയാം, ഒരു മിനിമം ഒരു 10 മീറ്റർ ഉണ്ട്,
മാക്സിമം നമുക്ക് ഒരു 50 മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? മിനിമം 10 അല്ലേ, പ്ലസ് മാക്സിമം 50. അപ്പോൾ ഒരു 60 മീറ്റർ ആണ് ടോട്ടൽ. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 30 മീറ്റർ. അപ്പോൾ ആ 50ൻ്റെയും 10ൻ്റെ ഒരു അല്ലേ ഏകദേശം നടുക്കായിട്ട് നമുക്ക് പറയാം എന്ത് 30 മീറ്റർ നമ്മുടെ ആവറേജ് ആണ്. നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, എന്താണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ? ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു അല്ലേ 1/2 ഇൻറ്റു അല്ലേ അര ഇൻറ്റു മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡഡ് ബൈ 2. രണ്ടും പ്ലസ് ചെയ്യുക, അതിൻ്റെ പകുതി, അതായിരിക്കും എന്ത് നമ്മുടെ ആവറേജ് ലെവൽ എന്ന് പറയുന്നത്. അത് കൂടാതെ മറ്റൊരു ഇക്വേഷൻ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാമിന് ആ ഇക്വേഷൻ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് 1/2 ഇൻറ്റു ROQ അല്ലേ, റീഓർഡർ ക്വാണ്ടിറ്റിൻ്റെ പകുതി കൂട്ടിയാലും നിങ്ങൾക്ക് എവിടേക്ക് എത്താം? ആവറേജ് ലെവലിലേക്ക് എത്താം. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പിക്ചർ വെച്ചിട്ട് പറയാം. ഓക്കെ, മിനിമം ലെവലിൻ്റെ ആവറേജ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചത് എന്താണ്? മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ. ഓക്കെ, ഇത് രണ്ടിനും ഇടയ്ക്ക് പകുതിയായാലാണല്ലോ എന്ത് എടുക്കുന്നത്? ആവറേജ് ഉള്ളത്. അപ്പം മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ രണ്ടും പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. ഇതന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് 1/2 ഇൻറ്റു, രണ്ടും സെയിം ആണ് കേട്ടോ. 1/2 ഇൻറ്റു മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ എന്ന് പറഞ്ഞാലും മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ അല്ലേ, രണ്ടും സെയിം ആണ്. മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നതും 1/2 ഇൻറ്റു മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാനാണ് ഫസ്റ്റത്തെ ഒരു ഇത് കാണിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എങ്ങനെയായിരിക്കും? ഈ ഒരു രണ്ടാമത്തെ നമ്മൾ ആ സ്റ്റഡി നോട്ടിൽ തന്ന പ്രകാരമായിരിക്കും ക്വസ്റ്റ്യനിൽ പിക്ക് ഔട്ട് ചെയ്യാൻ ആൻസർ തരാം. അപ്പോൾ അതന്നെ ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ. അല്ലാതെ രണ്ടാമതൊരു ഇക്വേഷൻ പറഞ്ഞത് എന്താണ്? മിനിമം സ്റ്റോക്ക് ലെവൽ അല്ലേ, മിനിമം ലെവലത്തിന് മുകളിലാണ് എന്തുള്ളത്? ആവറേജ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് എത്താൻ ഒരു ഇക്വേഷൻ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് പറയുന്നത്? മിനിമം ലെവൽ പ്ലസ് അല്ലേ, മിനിമം അതിൻ്റെ മുകളിലാണല്ലോ, പ്ലസ് എന്ത് പറയുന്നു? 1/2 ഇൻറ്റു ROQ. എന്താ നമ്മൾ പറഞ്ഞു? എന്താണ്? റീ ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ ഓർഡർ കൊടുത്തല്ലോ, അതിൻ്റെ ഒരു പകുതി എടുത്താലും ആവറേജിലേക്ക് എത്താം. രണ്ടും ആൻസർ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ അങ്ങനെയും എത്താം. അപ്പോൾ രണ്ട് ഇക്വേഷൻ ആണ് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഓക്കെ, രണ്ട് ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ? അപ്പം അത്രയാണ് ആവറേജ് സ്റ്റോക്ക് ലെവലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി ഇല്ലസ്ട്രേഷൻ ആണ് ചെയ്ത് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 4 സ്റ്റോക്ക് ലെവൽ പഠിച്ചല്ലോ അല്ലേ, ROL, പിന്നെ മാക്സിമം ലെവൽ, മിനിമം ലെവൽ ആൻഡ് ആവറേജ് ലെവൽ. അപ്പോൾ ഈ 4 ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇല്ലസ്ട്രേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇല്ലസ്ട്രേഷൻ 1 അല്ലേ. എന്താ ഇല്ലസ്ട്രേഷനിൽ 1 പറയുന്നത് നോക്കാം. നോർമൽ യൂസേജ് എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആവറേജ് യൂസേജ്, ആവറേജ് കൺസംഷൻ അല്ലേ. നോർമലി ഒരു ആവറേജ് എത്ര യൂസ് ചെയ്യും? എങ്ങനെയാണ്? 50 കിലോഗ്രാം പെർ ഡേ. ഒരു ദിവസം 50 കിലോഗ്രാം, ഒരു എന്തെങ്കിലും ഐറ്റം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 50 കിലോഗ്രാം യൂണിറ്റ് അല്ലെങ്കിൽ കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, മിനിമം യൂസേജ് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഒരു 25 കിലോ യൂസ് ചെയ്യുന്നുണ്ട്. ആവറേജ് ഒരു 50 ആണ്, എന്നാൽ മിനിമം 25 കിലോ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, മാക്സിമം 75, ഒരു ദിവസം നമ്മൾ മാക്സിമം പോയാൽ 75 കിലോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റീ ഓർഡർ ക്വാണ്ടിറ്റി നേരെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുമെന്ന് പറയുന്നല്ലോ, ആ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്ന പർച്ചേസ് ഓർഡറിൽ നമ്മൾ നോർമലി 300 കിലോഗ്രാം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് റീ ഓർഡർ പീരീഡ് നോക്കുക, ശ്രദ്ധിക്കുക, 4 to 6 days. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന്? 4 to 6 days എന്ന് പറഞ്ഞാൽ മിനിമം 4 ദിവസം എടുക്കും, മാക്സിമം 6 ദിവസം എടുക്കും അല്ലേ. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുക. അപ്പം മിനിമം റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് അതിൽ 4 ആണ്, മാക്സിമം റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അങ്ങനെ വേണം അതിൽ മനസ്സിലാക്കാൻ. ആൻഡ് ഓക്കെ, റീ ഓർഡർ പീരീഡ് ഓക്കെ റെഡി, ബാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ROL, മാക്സിമം ലെവൽ, മിനിമം ലെവൽ ആൻഡ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. നമുക്ക് ചെയ്ത് നോക്കാമല്ലോ അല്ലേ. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ROL ആണ്. ROL. ഓക്കെ, അപ്പോൾ ROL ഇക്വേഷൻ നമുക്കറിയാം. ROL ഈസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ ആദ്യം ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പറയാം. എന്താണ് ROL ഇക്വേഷൻ പറഞ്ഞത്? മാക്സിമം യൂസേജ് അല്ലേ, മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്
അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എന്താണ് മാക്സിമം യൂസേജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നേരെ തന്നിട്ടുണ്ടല്ലോ. മാക്സിമം യൂസേജ് 75 കിലോഗ്രാം പെർ ഡേ. ഒരു ദിവസം നമ്മൾ 75 കിലോഗ്രാം വരെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം 75 അല്ലേ മൾട്ടിപ്ലൈഡ് ബൈ 75 ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. നമ്മൾ ഓർഡർ കൊടുത്താൽ മാക്സിമം എത്ര ദിവസം എടുക്കും ഇവിടെ പറയുന്നുണ്ട്. ഇതാ റീ ഓർഡർ പീരീഡ് 4 to 6 days ആണെന്ന് പറഞ്ഞാൽ 6 ദിവസം വരെ എടുക്കാം. അപ്പോൾ മാക്സിമം റീ ഓർഡർ പീരീഡ് 6 ആണ്. ഓക്കെ, അപ്പോൾ 75 കിലോഗ്രാം അല്ലേ, സോറി നോക്കാം നമുക്ക്. 75 കിലോഗ്രാം ഇൻറ്റു എത്ര, സോറി ഓക്കെ 75 കിലോഗ്രാം മൾട്ടിപ്ലൈഡ് ബൈ എത്ര മാക്സിമം റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 6 days ആണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് അല്ലേ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈസിക്കൽ ടു 75 ഇൻറ്റു എത്ര 6 450 കിലോഗ്രാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ 450 കിലോഗ്രാം സ്റ്റോക്ക് ലെവൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോളണം, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 6 ദിവസം വൈകിയാലും ഒരു ദിവസം മാക്സിമം 75 കിലോ യൂസ് ചെയ്താലും തീരാവുന്ന സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 450 എത്തുമ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുക. അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്നത് 300 കിലോഗ്രാം എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ROL ഫൈൻഡ് ഔട്ട് ചെയ്യാം. ജസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരാനില്ല. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ. എങ്ങനെയാണ് സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്, മാക്സിമം ലെവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ മാക്സിമം ലെവൽ അല്ലേ, മാക്സിമം ലെവൽ നമുക്ക് അതിന് ഇക്വേഷൻ നോക്കാമല്ലോ. മാക്സിമം ലെവൽ ഇസ് ഈക്വൽ ടു, നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ പഠിച്ചത്, ROL പ്ലസ് അല്ലേ. ROL മുകളിലാണ് എന്തുള്ളത്, മാക്സിമം ലെവൽ. അപ്പോൾ ROL പ്ലസ് നമ്മൾ ഓർഡർ കൊടുത്ത സാധനം കൂടി വരാനുണ്ട്. അപ്പോൾ അതുകൂടി സ്റ്റോക്കിലേക്ക് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ROL പ്ലസ് ROQ അല്ലേ, മൈനസ് എന്താണ് മൈനസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു മാക്സിമത്തിൽ മിനിമം കൺസംഷനും മിനിമം വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ മിനിമം കൺസംഷൻ അല്ലെ മിനിമം യൂസേജ് എന്ന് പറയാം നമുക്ക് അല്ലേ. മിനിമം യൂസേജ് മൾട്ടിപ്ലൈഡ് ബൈ മിനിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ. എങ്ങനെയാണ്, ROL എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ ROL കണ്ടുപിടിച്ചാലേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, മാക്സിമം ലെവൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കാൻ തന്നാൽ ആദ്യം ROL കണ്ടുപിടിക്കണം, എന്നിട്ടേ നമുക്ക് മാക്സിമം ലെവലും മിനിമം ലെവലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ROL ആണ് അവിടെ ബേസ്. ഓക്കെ, അപ്പോൾ മാക്സിമം ROL നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 450 കിലോഗ്രാം അല്ലേ, 450 കിലോഗ്രാം പ്ലസ് ROQ റീ ഓർഡർ ക്വാണ്ടിറ്റി കൊടുക്കുന്ന എത്രയാണ്, 300 കിലോഗ്രാം ആണ്. അപ്പോൾ പ്ലസ് 300 കിലോഗ്രാം അതും കൂടിയും സ്റ്റോക്കിലേക്ക് വരാനുണ്ട്. അപ്പോൾ മൊത്തം 750 അവിടെ ഉണ്ടാവും. പക്ഷേ അതിന് മുമ്പായിട്ട് ആ 300 എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ യൂസ് ചെയ്യുന്നത് മൈനസ് ചെയ്യണം. മൈനസ് എത്ര വെച്ചിട്ട് യൂസ് ചെയ്യാനാണ്, മിനിമം വെച്ചിട്ടാണ് മൈനസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ മിനിമം യൂസേജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 25 കിലോഗ്രാം പെർ ഡേ അല്ലേ. 25 കിലോഗ്രാം പെർ ഡേ. അപ്പം മിനിമം യൂസേജ് 25 കിലോഗ്രാം മൾട്ടിപ്ലൈഡ് ബൈ അല്ലേ, മൾട്ടിപ്ലൈഡ് ബൈ മിനിമം റീ ഓർഡർ പീരീഡ് അല്ലേ. മിനിമം റീ ഓർഡർ പീരീഡ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 4 to 6 എന്ന് പറഞ്ഞാൽ 4 മിനിമം റീ ഓർഡർ പീരീഡ്. 4 days എങ്കിലും മിനിമം എടുക്കും. അപ്പം 25 ഇൻറ്റു 4 ഓക്കെ 4 days. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുക. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതാ ഞാൻ ചെയ്യുന്നുണ്ട്. ഇസിക്കൽ ടു 450 പ്ലസ് 300 ഓക്കെ മൈനസ് ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു, കാരണം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് മൈനസ് ചെയ്യേണ്ടത്. എങ്ങനെ, 25 ഇൻറ്റു 4 ബ്രാക്കറ്റ് ഇട്ടാൽ എന്താ അർത്ഥം, ആദ്യം ആ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 650 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയം സ്റ്റോറിൽ പോയി കഴിഞ്ഞാലും മാക്സിമം എത്ര ലെവൽ അവിടെ ഉണ്ടാവുള്ളൂ, 650 കിലോഗ്രാം ഐറ്റം മാത്രമേ അവിടെ കാണാൻ നമുക്ക് പറ്റുള്ളൂ. ക്ലിയർ, അതാണ് മാക്സിമം ലെവൽ. ആൻഡ് തേർഡ് വൺ ഏതാണ്, മിനിമം ലെവൽ. മിനിമം ലെവൽ, അപ്പോൾ മിനിമം ലെവലത്തിൽ നിങ്ങൾ നോക്കുക, നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞല്ലോ അല്ലേ. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു ഓക്കെ, ഞാൻ പറഞ്ഞു മിനിമത്തിനും മാക്സിമത്തിനും ROL ആണ് ബേസ്. ROL പ്ലസ് ആണോ മൈനസ് ആണോ വരിക, എന്താണ് സംഭവിക്കുക, ROLന്റെ താഴെയാണ് മിനിമം, അതുകൊണ്ട് ROL മൈനസ് എന്താണ്, ROQ ഒന്നും ചെയ്യാനില്ല, നേരെ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്യേണ്ടത്. ആ ROL നമ്മൾ ആവറേജ് യൂസേജ് ആണ് മൈനസ്, ആവറേജ് കൺസംഷൻ ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആവറേജ് അല്ലേ, ഞാൻ ABG എന്ന് അടിക്കുക അല്ലേ, പെട്ടെന്ന് തീരാം. ആവറേജ് യൂസേജ് അല്ലെങ്കിൽ നോർമൽ യൂസേജ് എന്ന് പറയാം. ഓക്കെ സോറി, ആവറേജ് യൂസേജ് മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ, ROL ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 450 കിലോഗ്രാം 450 കിലോഗ്രാം
ഓക്കെ, മൈനസ് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആവറേജ് യൂസേജ് എങ്ങനെയാണ്? ആവറേജ് യൂസേജ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, നേരെ തന്നിട്ടുണ്ട്. എന്താണ് ആവറേജ് യൂസേജ് എന്ന് പറഞ്ഞാൽ? യൂസേജ് എന്ന് പറഞ്ഞാൽ നോർമൽ യൂസേജ് ആണ് അല്ലേ? എത്രയാണ്? 50 കിലോഗ്രാം പെർ ഡേ ആവറേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം? 50 കിലോഗ്രാം അല്ലേ, മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് റീ ഓർഡർ പീരീഡ്. എങ്ങനെ ആവറേജ് റീ ഓർഡർ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾ നോക്കൂ, റീ ഓർഡർ പീരീഡ് പറഞ്ഞത് 4:6 എന്ന് പറഞ്ഞാൽ 4 മിനിമം ആണ് അല്ലേ, മാക്സിമം 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലല്ലേ ആവറേജ് ഉണ്ടാവുക? എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡ് ബൈ 2 അല്ലേ, അതിൻ്റെ പകുതി എടുത്താൽ പോരെ. അപ്പോൾ 4 days പ്ലസ് 6 days എന്ന് പറഞ്ഞാൽ 10 days ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ് ആവറേജ് അല്ലേ. ആ 4ൻ്റെയും 6ൻ്റെയും ഇടയിൽ നിൽക്കുന്നത് 5 അല്ലേ, പകുതി അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം 50 കിലോഗ്രാം ആവറേജ് റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 5 days. ഓക്കെ, 5 days എങ്ങനെയാണെന്നുള്ളത് ഞാൻ പുറത്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ 5 days കിട്ടിയത് എങ്ങനെയാണ്? ആവറേജ് റീ ഓർഡർ പീരീഡ് ഈസ് ഈക്വൽ ടു, ഞാൻ ചെയ്തത് എങ്ങനെയാണ്? 4 days, സോറി യെസ് 4 days പ്ലസ് 6 days എന്ന് പറഞ്ഞാൽ മാക്സിമം ഡേയ്സും മിനിമം ഡേയ്സും പ്ലസ് ചെയ്തു, ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാ നോക്കാം, 4 + 6 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 5 days. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ ആവറേജ് റീ ഓർഡർ പീരീഡ് 5 days ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. ഈക്വൽ ടു 450 മൈനസ് എത്രയാണ്? 50 × 5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതാ ഇവിടെ മേലെ ചെയ്തത് ഞാനിവിടെ കാൽക്കുലേഷൻ ചെയ്തെന്നുള്ളൂ. ആൻസർ എത്രയാണ്? 200 കിലോഗ്രാം. അപ്പോൾ 200 കിലോ ആണ് നമ്മൾ എന്ത് മിനിമം ലെവൽ ഉണ്ടായിരിക്കുന്നത്, അതിൽ താഴെ പോകാൻ പാടില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ആവറേജ് ലെവൽ. ഓക്കെ, ഫോർത്ത് വൺ ആവറേജ് ലെവൽ. ഓക്കെ, ആവറേജ് ലെവൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആദ്യം പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് അതാ ഈക്വൽ ടു ആവറേജ് ലെവൽ ഈക്വൽ ടു മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ, മിനിമം ലെവൽ. ഓക്കെ, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ, 1/2 ഇൻറ്റു മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത്. മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ എടുക്കുക, അതിൻ്റെ പകുതി ഹാഫ് എടുക്കുക, എന്നാൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് കിട്ടി. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ദാ ഈക്വൽ ടു അല്ലേ, ഈക്വൽ ടു 1/2 അല്ലേ, മൾട്ടിപ്ലൈഡ് ബൈ മാക്സിമം ലെവൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ. മാക്സിമം ലെവൽ എത്ര തന്നിട്ടുള്ളത്? 650 നമ്മൾ കണ്ടുപിടിച്ചു. 650 പ്ലസ് മിനിമം ലെവൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. മിനിമം ലെവൽ 200 ആണ്. അപ്പോൾ 200 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പം 650 + 200 മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് 1/2 ചെയ്യുന്നു. ഓക്കെ, എത്ര കിട്ടും? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദാ ഈക്വൽ ടു 1/2 ഇൻറ്റു 650 പ്ലസ് 200. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എളുപ്പമാട്ടോ. അത് എക്സൽ ആയതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോറി. ഞാനത് 0.5 എന്നാക്കുന്നുണ്ട്. 1/2 പറഞ്ഞാൽ 0.5 ആണല്ലോ. അത് എക്സൽ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ 0.5 അതിൻ്റെ പകുതി എന്നുള്ള മീൻ ചെയ്യാണ്. ഓക്കെ, യെസ് 425 അല്ലേ, 425 ആണല്ലേ. 450 പ്ലസ് 650 പ്ലസ് 200 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 425 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.